മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ഇതാണല്ലോ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അതായത് ഫ്ലൂയിഡിൻ്റെ വിവിധ സ്വഭാവ സവിശേഷതകളാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലിപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫ്ലൂയിഡിൻ്റെ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടിയായ വിസ്കോസിറ്റിയെക്കുറിച്ചാണ്. വിസ്കോസിറ്റി എന്താണെന്നും മറ്റുമുള്ള കുറച്ച് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. അത് ഞാൻ കൂടുതൽ പറയുന്നതിന് മുമ്പായിട്ട് അത് കൃത്യമായിട്ട് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങളെ കാണിക്കുകയാണ്. നോക്കൂ, ഇപ്പോൾ കാണുന്നത് എന്താണ്? 4 കുപ്പികളുണ്ട്. 4 കുപ്പികളും 4 തരത്തിലുള്ള ലിക്വിഡാണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഈ ബോട്ടിൽ എടുത്തിരിക്കുന്നത് വാട്ടറാണ്, രണ്ടാമത്തേതിൽ ഷുഗർ സിറപ്പാണ്, മൂന്നാമത്തേത് കുക്കിംഗ് ഓയിലാണ്, നാലാമത്തേത് ഹണിയാണ്, തേനാണ്. ഈ 4 ബോട്ടിലേക്കും ഒരേ വലിപ്പത്തിലും ഒരേ മാസമുള്ള മാർബിളിൻ്റെ ബോളുകൾ ഇട്ട് നോക്കുകയാണ്. അതെത്ര വേഗത്തിലാണ് വീഴുന്നത് എന്നത് കാണുമ്പം തന്നെ ഏതിനാണ് കൂടുതൽ വിസ്കോസിറ്റി ഉള്ളത് എന്ന കാര്യമൊക്കെ കൃത്യമായിട്ട് അങ്ങോട്ട് മനസ്സിലാവും. നമുക്കൊന്ന് കാണാം. ശരി, നോക്കൂ. അതായത് ഇപ്പോൾ ഈ വ്യത്യസ്തമായ 4 കുപ്പികളുണ്ട്. ഇനി ആദ്യം ചെയ്യുന്നത് ഈ വെള്ളത്തിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് വീണു. ഇനി നമ്മളെ ഷുഗർ സിറപ്പിലേക്ക് അതേപോലത്തെ ബോൾ ഇടുന്നു. കണ്ടില്ലേ? ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുക്കിംഗ് ഓയിലിലേക്ക്, സാധാരണ ഓയിലിലേക്ക്. അതും അത്ര സമയമൊന്നും എടുത്തില്ല. ഇനി തേനിലാണ് ഇടാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. കാണുന്നുണ്ടോ? ഇപ്പോൾ വീണ് തുടങ്ങുന്നേ ഉള്ളൂ. കണ്ടില്ലേ? ഈ ബോൾ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇതിങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താഴെ വീഴും. താഴെ എത്തി. നോക്കൂ, ഈ ഹണിയിലൂടെ ഈ ഒരു മാർബിൾ ബോളിന് വീഴാൻ ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമുക്കറിയാം, ഒരു സോളിഡ് സർഫസിൻ്റെ മുകളിലൂടെ വേറൊരു സോളിഡ് ഉരസി നീങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ആ ഒരു ഓപ്പോസിങ് ഫോഴ്സാണ് ഫ്രിക്ഷൻ, ഘർഷണം എന്ന് പറയുന്നത്. 2 സോളിഡ്സ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഓപ്പോസിങ് ഫോഴ്സിനെ നമുക്ക് ഫ്രിക്ഷൻ എന്നാണ് വിളിക്കുക. എന്നാൽ ഈ ഒരു ഓപ്പോസിങ് ഫോഴ്സ് ഒരു ലിക്വിഡിലൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു ലിക്വിഡിലൂടെ ഒരു വസ്തു മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മോഷനെതിരായിട്ട് അനുഭവപ്പെടുന്ന ഒരു ഓപ്പോസിങ് ഫോഴ്സ്, അതാണ് വിസ്കോസിറ്റി എന്ന് വളരെ കാഷ്വലായിട്ട് നമുക്ക് പറയാം. പക്ഷേ കൃത്യമായിട്ട് എന്താണ് വിസ്കോസിറ്റി എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചും കൂടി ഒരു മാത്തമാറ്റിക്കൽ സൈഡിലേക്കും അതിൻ്റെ ഡെഫിനിഷനിലേക്കൊക്കെ നീങ്ങേണ്ടതുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അതായത് ഒരു ഗ്ലാസ് പ്ലേറ്റ്, ആ ഗ്ലാസ് പ്ലേറ്റിന് മുകളിൽ ഏതോ ഒരു ലിക്വിഡ് അല്പം ഒഴിച്ചിരിക്കുക. ലിക്വിഡ് ഒരു പക്ഷേ വെള്ളമാവാം, അല്ലെങ്കിൽ എണ്ണയാവാം, അല്ലെങ്കിൽ ഹണി ആവാം. എന്നിട്ട് അതിന് മുകളിൽ വേറൊരു ഗ്ലാസ് പ്ലേറ്റ് വെച്ചു. അപ്പോൾ ഇതാണ് അടിയിലത്തെ ഗ്ലാസ് പ്ലേറ്റ്. ഈ ഗ്ലാസ് പ്ലേറ്റിന് മുകളിലായിട്ട് വേറൊരു ഗ്ലാസ് പ്ലേറ്റ് വെച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ ഭാഗത്താണ് നമ്മൾ ഈ ഒരു ലിക്വിഡ് ഒഴിച്ചിരിക്കുന്നത്, ഓയിലോ ഹണിയോ എന്താവട്ടെ. എന്നിട്ട് നമ്മൾ മുകളിലത്തെ ഗ്ലാസ് പ്ലേറ്റിന് മുകളിൽ ടാൻജൻഷ്യലായിട്ട്, അതായത് ഈ ഒരു ഡയറക്ഷനിൽ ടാൻജൻഷ്യലായിട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്. അതായത് ഈ ഡയറക്ഷനിൽ ടാൻജൻഷ്യലായിട്ടാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. ഈ ഫോഴ്സ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് മുകളിലത്തെ ഗ്ലാസ് പ്ലേറ്റ് നീങ്ങും. നിങ്ങൾക്കറിയാം, മുകളിലത്തെ ഗ്ലാസ് പ്ലേറ്റ് അതിന് മുകളിൽ കൂടെ തെന്നി നീങ്ങും. പക്ഷേ ഈ തെന്നി നീങ്ങുന്നത് എല്ലാ ലിക്വിഡ്സിലും ഒരുപോലെയാണോ? 2 ഗ്ലാസ് പ്ലേറ്റിനിടയിൽ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിലും 2 ഗ്ലാസ് പ്ലേറ്റിനിടയിൽ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിലും ഹണി ഉപയോഗിക്കുകയാണെങ്കിലും മുകളിലത്തെ ഗ്ലാസ് പ്ലേറ്റ് താഴത്തെ ഗ്ലാസ് പ്ലേറ്റിനെ അപേക്ഷിച്ച് സംഭവിക്കുന്ന റിലേറ്റീവ് മോഷൻ, ഒരേ ഫോഴ്സാണ് കൊടുക്കുന്നതെങ്കിലും സംഭവിക്കുന്ന റിലേറ്റീവ് മോഷൻ്റെ വേഗത വ്യത്യസ്തമായിരിക്കും. അതായത് ഈ ഒരു പിക്ചറിൽ ശ്രദ്ധിക്കൂ. ഈ പിക്ചറിൽ കാണുന്നത്, അതായത് ആദ്യത്തേത് 2 ഗ്ലാസ് പ്ലേറ്റിനിടയിൽ നമ്മൾ കുക്കിംഗ് ഓയിലാണ് വെച്ചിരിക്കുന്നത്. ആ കുക്കിംഗ് ഓയിൽ വെക്കുകയാണെങ്കിലും നമ്മൾ അപ്പർ ഗ്ലാസ് പ്ലേറ്റിന് മുകളിൽ ടാൻജൻഷ്യലായിട്ട് ഈ ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്തിട്ട് അതിന് മൂവ് ചെയ്യിക്കാൻ സാധിക്കും. എന്നാൽ ഹണിയാണ് വെക്കുന്നതെങ്കിൽ, അതായത് 2 ഗ്ലാസ് പ്ലേറ്റിനിടയിൽ ഹണി വെച്ചിട്ടാണ് അതേ വേഗതയിൽ മൂവ് ചെയ്യിക്കണമെങ്കിൽ കൂടിയ ഫോഴ്സ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പർ ഗ്ലാസ് പ്ലേറ്റിന് മുകളിൽ കൂടിയ ഫോഴ്സ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ റിലേറ്റീവ് മോഷനെ കുറച്ചും കൂടി ഓപ്പോസ് ചെയ്യുന്ന ഒരു ഘടകം, അതല്ലെങ്കിൽ ആ ഒരു ഓപ്പോസിങ് ഫോഴ്സ് ഹണിയിൽ കൂടുതലാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ ഹണിക്ക് വിസ്കോസിറ്റി കൂടുതലാണ് എന്ന് പറയാം. പക്ഷേ അവിടേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ. ഇനി നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് കുറച്ചും കൂടി ഒരു സയൻറ്റിഫിക്കായിട്ട് നമ്മളതിനൊന്ന് സമീപിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെയുള്ള 2 ഗ്ലാസ് പ്ലേറ്റുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു അപ്പർ ഗ്ലാസ് പ്ലേറ്റും ഉണ്ട്, താഴെ ഒരു ഗ്ലാസ് പ്ലേറ്റും ഉണ്ട്. ഈ ഗ്ലാസ് പ്ലേറ്റിനിടയിൽ
ലിക്വിഡ് എടുത്തിട്ടുണ്ട്. അതിന് പല ലെയറുകളായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. യഥാർത്ഥത്തിലുള്ള ലെയറുകളല്ല, പക്ഷേ നമ്മൾ സങ്കല്പിക്കുന്നു പല ലെയറുകളായിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നു. ഇനി നോക്കൂ, മുകളിലത്തെ ഗ്ലാസ് പ്ലേറ്റ് നീങ്ങുകയാണ്. ഒരു വി എന്ന വേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പം അതിന് തൊട്ട് താഴെയുള്ള ആ ലെയർ ഉണ്ടല്ലോ, തൊട്ട് താഴെയുള്ള ലെയർ, ആ തൊട്ട് താഴെയുള്ള ലെയറും അതേ വേഗതയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോട് വളരെ അടുത്തിരിക്കുന്ന ഒരു ലെയറാണ്, അത് അതേ വേഗതയിൽ പോകും. എന്നാൽ അതിന് താഴെയുള്ള ലെയറുകളോ അത്ര വേഗതയിലല്ല പോകുന്നത്, എന്നാലും സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും അടിയിലത്തെ ഈ ഒരു ലെയർ ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 വെലോസിറ്റിയിലാണ് സഞ്ചരിക്കുന്നത്. ദാറ്റ് മീൻസ് ദിസ് ഈസ് ആൾമോസ്റ്റ് റെസ്റ്റിലാണ്. താഴത്തെ ആ ഗ്ലാസ് പ്ലേറ്റുമായിട്ട് ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ് അത് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അനങ്ങുന്നില്ല. എന്നാൽ ഏറ്റവും മുകളിലത്തെ ലെയർ സഞ്ചരിക്കുന്നത് അപ്പർ ഗ്ലാസ് പ്ലേറ്റിൻ്റെ അതേ വേഗതയിൽ. ബാക്കിയുള്ള ലെയറുകളെല്ലാം സഞ്ചരിക്കുന്നത് അതിനേക്കാളും കുറഞ്ഞ വേഗതയിലാണ്. എനിവേ, ഈ ലെയറുകളെല്ലാം തന്നെ വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിക്കാനുള്ള കാരണം നമ്മളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു ലെയർ വേറൊരു ലെയറിൻ്റെ വേഗതേനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ലെയർ വേറൊരു ലെയർ സഞ്ചരിക്കുന്നതിനെ ഓപ്പോസ് ചെയ്യുന്നു. ആ ഒരു ഫോഴ്സിനെ മൂവ് ചെയ്യുന്ന ആ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി, ഡയറക്ഷൻ ഓഫ് ഫോഴ്സിന് ഓപ്പോസിങ് ഫോഴ്സാണ് അടുത്ത ലെയർ കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ഡ്രാഗിങ് ഫോഴ്സ് വ്യത്യസ്തമായ ലെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതുതന്നെയാണ് ഒരു വിസ്കസ് ഫോഴ്സ് എന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. എന്തായാലും ഈ കാര്യം ഇപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് 2 ഗ്ലാസ് പ്ലേറ്റിന് ഇടയിൽ ഒരു ലിക്വിഡ് വെക്കുമ്പോഴാണ്. ഇനി ഗ്ലാസ് പ്ലേറ്റിന് പകരം നമ്മൾ ഒരു ട്യൂബിലൂടെയാണ് ഒരു ഫ്ലൂയിഡ് ഒഴുകുകയാണെങ്കിലോ, ഒരു ട്യൂബിലൂടെയാണ് ഫ്ലൂയിഡ് ഒഴുകുന്നതെങ്കിലും ഇതേപോലെ തന്നെ, അതായത് പലതരത്തിലുള്ള കോസെൻട്രിക് ആയിട്ടുള്ള കുറേ ട്യൂബുകളായിട്ട് നമുക്കതിനെ സങ്കല്പിക്കാം. അതിൻ്റെ ഏറ്റവും നടുവിലുള്ള, അതായത് ഈ ഭാഗത്തുള്ള ആ ഒരു ട്യൂബിനാണ് ഏറ്റവും കൂടിയ വേഗത ഉണ്ടാവുക. ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് വേഗത കുറഞ്ഞു വരുന്നു. പിന്നെ ഏറ്റവും ഫസ്റ്റ്, അതായത് ട്യൂബുമായിട്ട് തൊട്ട് നിൽക്കുന്ന ആ ലെയറിൽ, ആ ഒരു കോസെൻട്രിക് ട്യൂബിലുള്ള ലിക്വിഡ്സ് ഒന്നും തന്നെ മൂവ് ചെയ്യുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് ആൾമോസ്റ്റ് സ്റ്റേഷനറിയാണ്. ഓക്കെ, ശരി. ഇനി നമ്മളെ ഉദ്ദേശം ഇതിനൊരു കൃത്യമായ ഒരു മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഒരു ഇക്വേഷനൊക്കെ ഉണ്ടാക്കുക. അറിയാലോ, വ്യത്യസ്തമായ ഫ്ലൂയിഡിന് വ്യത്യസ്തമായ വിസ്കോസിറ്റിയാണ് ഉള്ളതെങ്കിൽ ആ വിസ്കോസിറ്റി നമുക്ക് അളക്കണമെങ്കിൽ നമ്മളിങ്ങനെ ക്വാളിറ്റേറ്റീവായിട്ട് പറഞ്ഞാൽ പോരാ, ക്വാണ്ടിറ്റേറ്റീവായിട്ട് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകളൊക്കെ വേണ്ടി വരും. ഓക്കെ, നമ്മൾ അങ്ങോട്ട് നീങ്ങാം. അപ്പോൾ ആദ്യം നമുക്കൊരു വിസ്കോസിറ്റിക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാം. ഇതാണ് ഡെഫിനിഷൻ. അതായത് ദി പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് ഡ്യൂ ടു വിച്ച് ഇറ്റ് ഓപ്പോസസ് ദി റിലേറ്റീവ് മോഷൻസ് ബിറ്റ്വീൻ ദി ഡിഫറെൻറ്റ് ലെയേഴ്സ് ഈസ് കോൾഡ് വിസ്കോസിറ്റി. നമ്മളിപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്. ദി പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് ഡ്യൂ ടു വിച്ച് ഇറ്റ് ഓപ്പോസസ് ദി റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദി ഡിഫറെൻറ്റ് ലെയേഴ്സ് ഈസ് കോൾഡ് വിസ്കോസിറ്റി. ഇസ് കോൾഡ് ദി വിസ്കോസിറ്റി. ഇനി ആ ഒരു ഓപ്പോസിങ് ഫോഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ദി വിസ്കസ് ഫോഴ്സ്. ദി ഫോഴ്സ് ഓപ്പോസിങ് ദി ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഈസ് കോൾഡ് വിസ്കസ് ഫോഴ്സ്, അല്ലെങ്കിൽ വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഇനി നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഒരു ഫ്ലൂയിഡിൻ്റെ ഒരു സെക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താഴത്തെ ഒരു പൈപ്പോ അല്ലെങ്കിൽ താഴത്തെ ഒരു ഗ്ലാസ് പ്ലേറ്റ്, മുകളിലത്തെ ഒരു ഗ്ലാസ് പ്ലേറ്റ്. ആ മുകളിലത്തെ ഗ്ലാസ് പ്ലേറ്റ് മൂവ് ചെയ്യുന്ന വേഗത v. അതുകൊണ്ട് ആ ഒരു ലിക്വിഡിൻ്റെ ഒരു പോർഷനും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ കാണാം ABCD എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ABCD എന്ന ആ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ആ ലിക്വിഡിൻ്റെ ആ ഒരു പോർഷനും എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെയറായ BC എന്ന് പറഞ്ഞിരിക്കുന്ന ആ പോർഷൻ അപ്പർ ഗ്ലാസ് പ്ലേറ്റിൻ്റെ കൂടെ തന്നെ നീങ്ങുന്നതിന് ഫലമായിട്ട് അതിൻ്റെ മൊത്തം ഷേപ്പ് അങ്ങോട്ട് മാറുന്നു. ഷേപ്പ് മാറിയിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് മാറുന്നു. അതായത് റൈറ്റ് നൗ ഇപ്പോൾ AEFD എന്ന രൂപത്തിലാണ് അതുള്ളത്. നമ്മൾ നേരത്തെ ആ ലിക്വിഡിൻ്റെ പോർഷൻ ഉള്ളത്. പക്ഷേ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യില്ല. സാധാരണ സോളിഡിൽ ഇങ്ങനെ ഒരു സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ് ചെയ്യുക. പക്ഷേ ഒരു ലിക്വിഡിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ട്രെയിന് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുന്നില്ല. പക്ഷേ ഈ സ്ട്രെയിന് ഒരു സെക്കൻഡിൽ സംഭവിക്കുന്ന ഈ സ്ട്രെയിൻ ഉണ്ടല്ലോ, ഇവിടെ ആക്ച്വലി ഈ ഒരു ആംഗിൾ തന്നെയാണ് നമ്മളെ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ആ ഒരു സെക്കൻഡിൽ സംഭവിക്കുന്ന ആ സ്ട്രെയിൻ അഥവാ സ്ട്രെയിനിൻ്റെ റേറ്റ്, ദ റേറ്റ് ഓഫ് സ്ട്രെയിൻ, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്. നമുക്ക് അങ്ങോട്ടേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത്തെ തൊട്ട് മുമ്പത്തെ ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ സെയിം ഡയഗ്രാമായിട്ട് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പർ ഗ്ലാസ് പ്ലേറ്റ് മുന്നോട്ട് നീങ്ങുന്നതിൻ്റെ ഫലമായിട്ട് അതിനുള്ളിലുള്ള ആ ലിക്വിഡ് പോർഷന് സംഭവിച്ചിരിക്കുന്ന സ്ട്രെയിൻ റേറ്റ്,
ആൻഡ് റിപ്പീറ്റിംഗ് സ്ട്രെയിൻ റേറ്റ്. സ്ട്രെയിൻ അല്ല, സ്ട്രെയിൻ റേറ്റ്. കാരണം സ്ട്രെയിൻ എന്ന് പറയുന്നത് സോളിഡ്സിനെ സംഭവിക്കുകയുള്ളൂ. ലിക്വിഡിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അല്പം ഒന്ന് ചരിഞ്ഞു കഴിഞ്ഞാൽ ഈ ചരിവ് ഇങ്ങനെ കൂടി വരിക ചെയ്യുക, അഥവാ ഇവിടുത്തെ ആംഗിൾ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുക ചെയ്യുക. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ആംഗിൾ ഡെവലപ്പ് ചെയ്യുന്നു, അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്ട്രെയിൻ റേറ്റ് എന്ന് പറയുന്നത്. ആ സ്ട്രെയിൻ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്മളിവിടെ കൊടുക്കുന്ന ടാൻജൻഷ്യൽ സ്ട്രെസ്. അതായത് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, ടാൻജൻഷ്യൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ റേറ്റ് എന്നാണ്. അതേസമയം സോളിഡ്സിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ. സോളിഡ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്, ടാൻജൻഷ്യൽ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ് പറഞ്ഞത് അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, സ്ട്രെയിൻ റേറ്റുമായിട്ടാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്. ഇനി ഇവിടെ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഏതാണ്? സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ എൽ ആണ്. നമുക്കറിയാം ഈ ഒരു ആംഗിളാണ് സ്ട്രെയിൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒരു ദൂരം എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ്, ഈ ഒരു ലെങ്ത്ത് എൽ ആണ്. സോ തീറ്റ is equal to ഡെൽറ്റ എക്സ് ബൈ എൽ, അല്ലെങ്കിൽ ഡെൽറ്റ തീറ്റ is equal to ഡെൽറ്റ എക്സ് ബൈ എൽ, അഥവാ സ്ട്രെയിൻ is equal to ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന് പറയാൻ പറ്റും. അപ്പോൾ സ്ട്രെയിൻ റേറ്റോ ഡെൽറ്റ ടീനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഡെൽറ്റ എക്സ് ബൈ എൽ ഡെൽറ്റ ടി. അതിൽ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി വി അല്ലേ, അതുകൊണ്ട് ദാറ്റ് ഈസ് വി ബൈ ടി എന്ന് കൊടുക്കുക. വി ബൈ എൽ. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി is equal to വി, സോ ഡെൽറ്റ എക്സ് ബൈ എൽ ഡെൽറ്റ ടി is equal to വി ബൈ എൽ എന്ന് പറയാം. ഓക്കെ, സോ ഇത് സ്ട്രെയിൻ റേറ്റ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നേരത്തെ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ടാൻജൻഷ്യൽ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ റേറ്റ് എന്നാണ്. അപ്പോൾ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, എഫ് ബൈ എ പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ എക്സ് ബൈ എൽ ഡെൽറ്റ ടി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എഫ് ബൈ എ ഇസ് പ്രൊപ്പോർഷണൽ ടു വി ബൈ എൽ എന്ന് എഴുതാം. ഡെൽറ്റ എക്സ് ബൈ എൽ ഡെൽറ്റ ടി is equal to വി ബൈ എൽ ആണല്ലോ. സോ എഫ് ബൈ എ പ്രൊപ്പോർഷണൽ ടു വി ബൈ എൽ എന്ന് എഴുതാം. അപ്പോൾ എഫ് ബൈ എ ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അറിയാമല്ലോ. സോ എഫ് ബൈ എ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു വി ബൈ എൽ. അതായത് ഏതൊരു പ്രൊപ്പോർഷണാലിറ്റീനെയും ഒരു ഇക്വേഷനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഇവിടുത്തെ ഈ കോൺസ്റ്റൻ്റ് ആണ് ഇവിടുത്തെ വിസ്കോസിറ്റി തീരുമാനിക്കുന്ന ഒരു ഘടകം. ഈ കോൺസ്റ്റൻറ്റിൻ്റെ മാത്രമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഈക്വൽ ടു എഫ് ബൈ എ ഡിവൈഡ് ബൈ വി ബൈ എൽ. അതായത് ഇത് എഫ് ബൈ എ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സാണ്, വി ബൈ എൽ എന്ന് പറയുന്നത് സ്ട്രെയിൻ റേറ്റ് ആണ്. So this constant eta is called the coefficient of viscosity. Eta is a constant, this is called the coefficient of viscosity, and this quantity will decide the viscosity of the fluid. ഏത് ഫ്ലൂയിഡിനാണ് കൂടുതൽ വിസ്കോസിറ്റി ഉള്ളത് അതിൻ്റെ ഈറ്റ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി കൂടുതലായിരിക്കും. എന്നാൽ വിസ്കോസിറ്റി കുറഞ്ഞ ഒരു ഫ്ലൂയിഡിനെ സംബന്ധിച്ചിടത്തോളം ഈറ്റ കുറവായിരിക്കും. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റിയാണ് വിസ്കോസിറ്റീനെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ട് അളക്കുന്നത്. എനിവേ നമ്മൾ എക്സ്പ്രഷൻ ലഭിച്ചു കഴിഞ്ഞു, ഈറ്റ is equal to എഫ് എൽ ഡിവൈഡഡ് ബൈ എ വി. അതായത് ഇതിങ്ങനെ ഈ എഫ് ബൈ എ ഡിവൈഡ് ബൈ വി ബൈ എൽ എന്ന് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഇനി ഇങ്ങനെ തന്നെ എഴുതണം എന്നൊന്നുമില്ല, ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഈറ്റ is equal to എഫ് ബൈ എ ഡിവൈഡഡ് ബൈ വി ബൈ എൽ എന്ന് പറയുമ്പോൾ ആക്ച്വലി എഫ് ബൈ എ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്, ടാൻജൻഷ്യൽ സ്ട്രെസ്. ഈ വി ബൈ എൽ എന്ന് പറയുന്നതോ സ്ട്രെയിൻ റേറ്റ് ആണ്. സോ ദി കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിനെ ഡിഫൈൻ ചെയ്യാം. So eta is a constant called coefficient of viscosity of the fluid, and the coefficient of viscosity of the fluid is defined as the ratio of the shearing stress to the strain rate. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Coefficient of viscosity of a fluid is defined as the ratio of the shearing stress to the strain rate. Okay, അപ്പോൾ ഇതാണ് coefficient of viscosity. ശ്രദ്ധിക്കുക, eta is a constant called coefficient of viscosity of the fluid, and eta is different for different fluid. ആ ഒരു ഈറ്റയാണ് യഥാർത്ഥത്തിൽ എത്രയാണ് ഒരു വസ്തുവിൻ്റെ വിസ്കോസിറ്റി ഉള്ളത് എന്ന് മെഷർ ചെയ്യുന്നത്. അപ്പം മെഷർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനൊരു കൃത്യമായിട്ടൊരു യൂണിറ്റ് വേണ്ടി വരുമല്ലോ. യൂണിറ്റും ഉണ്ട്, ഡയമെൻഷനും ഒക്കെ ഉണ്ട് ഈറ്റയ്ക്ക്. അപ്പോൾ ഇത് വിസ്കോസിറ്റി പിന്നെ അതിൽ തന്നെ വിസ്കോസിറ്റി ഓഫ് ദി ലിക്വിഡ് ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ വൈൽ ഇറ്റ് ഇൻക്രീസസ് ഇൻ കേസ് ഓഫ് ഗ്യാസസ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ലിക്വിഡിനെ സംബന്ധിച്ചിടത്തോളം കുറയുകയാണ് ചെയ്യുക, കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുക. അതേസമയം ഗ്യാസസിന് അത് കൂടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. പിന്നെ അതിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് മീറ്റർ റൈസ് ടു -2 എന്നാണ്. ഡയമെൻഷൻ ഫോർമുല ml⁻⁻1 t⁻⁻1. ഇത്രയാണ് വിസ്കോസിറ്റീനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതെല്ലാവർക്കും ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിച്ച് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ പഠിക്കുന്ന സമയത്ത് സംശയം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് ചോദിക്കുക. വാട്സപ്പിലൂടെയോ അല്ലാതെയോ ഫോണിലൂടെയോ വിളിച്ചന്വേഷിച്ചിട്ട് സംശയമൊക്കെ ക്ലിയർ ചെയ്ത് ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ, ശരി.